980 മുതൽ കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കാൽദിക്കന്റെ അബ്ദുറഹ്മാൻകയുടെ ഒക്കെ കൃഷിയിടത്തിലാണ് നമ്മൾ എത്തിയുള്ളത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് എന്തുണ്ട് പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവം. അത് കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മളെ കാൽദാക്ക് നമ്മൾ വന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇളനീനൊക്കെ ഇട്ട് കൊണ്ടുവരും നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അല്ല നമുക്ക് ഇവിടെ എന്തൊക്കെ കൃഷി നമുക്ക് പാഷൻ ഫ്രൂട്ട്, പപ്പായ, വാഴ ഈ 3 ആയിട്ട് ചെയ്യണല്ലേ. എത്ര കാലം ഇപ്പൊ നിങ്ങൾ കർണാടകയിൽ എത്തിയിട്ട്? 3 വർഷമായി. വീണ്ടും പ്രവാസം, വേറെ പ്രവാസം അല്ലേ. പക്ഷെ ഈ പ്രവാസത്തിന് സുഖമുണ്ട്, നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാം. പാസ്പോർട്ടിന്റെ ആവശ്യമില്ല. പാസ്പോർട്ട് എപ്പോ വേണമെങ്കിൽ പോവല്ലേ. ഒരാശ്വാസമായില്ലേ. ഇനിയിപ്പോ സീസൺ കഴിഞ്ഞല്ലേ? സീസൺ കഴിഞ്ഞു. ലാസ്റ്റ് ഒക്കെ ഒന്ന് പൊറിച്ച് വൃത്തിയാക്കല്ലേ. ക്ലിയർ. ഇനിയിപ്പോ അടുത്ത മാസം പോയിടുള്ളൂ. റഹീമതാ ഹെൽപ്പ് ചെയ്യാൻ അവിടെ കൂടിയിട്ടുണ്ട്. കളർ വന്നതാ, ഇതൊക്കെ പറിക്കാൻ പറ്റിയതാ. ആ കളർ വന്നാൽ മതിയല്ലേ. ആ കളർ ഇങ്ങനെ വന്നാൽ മതി. ഇതില് ക്വാളിറ്റി എങ്ങനെയാണ്? ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി. ഇത് ഫസ്റ്റ് പോകും. ഫസ്റ്റ് പോലെ ഇതാണ് ഫസ്റ്റ്. ഫസ്റ്റിനൊക്കെ എങ്ങനെ തോട്ടത്തിൽ റേറ്റ് വരുന്നത്? തോട്ടത്തില് ഇപ്പൊ 110, 115, 120 സീസൺ ഓഫ് ആയതുകൊണ്ട് 100 മേലുണ്ടല്ലേ. സീസൺ വരുമ്പോ ഈ റേറ്റ് കിട്ടുമോ? സീസൺ വരുമ്പോ കുറച്ച് കുറയല്ലേ. അപ്പൊ ഉൽപാദനം എല്ലായിടത്തും കൂടുതലല്ലേ. കൂടുമ്പോ അതിനനുസരിച്ച് മാറ്റം എല്ലായിടത്തും എല്ലാ സാധനത്തിനും അങ്ങനെ തന്നെയാണല്ലോ. എങ്ങനെയാ ഇപ്പൊ ഗൾഫിൽ എത്ര 10-18 വർഷം നിന്നില്ലേ? അപ്പൊ അവിടുന്ന് വന്ന് നാട്ടിൽ നിന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു മിനി പ്രവാസം പോലല്ലേ? ഇതൊരു പ്രവാസമല്ല, ഇതൊരു നമ്മുടെ ഹാപ്പിയും കൂടിയാണ്. കാരണം നമ്മള് കൃഷിയാണത് അല്ലേ. കൃഷിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമുക്ക് കിട്ടിയോ ഇല്ലെന്നല്ല, ഇത് കുറെ കിട്ടണം എന്നല്ല. നമുക്കൊരു ഇതിന് തോട്ടത്തിൽ നടക്കുമ്പോ നമ്മളെ സ്വന്തം ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കൊരു മനസ്സിന് തന്നെ സംതൃപ്തി ഉണ്ട് ഇല്ലേ. വീട്ടിൽ പോയിരിക്കും, ഇടയ്ക്ക് നമ്മള് ഫാമിലി ആയിട്ട് ഇവിടെ വരും. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് റാഹത്താണ്. ഇന്ന് കാഴ്ച വെക്കുമ്പോൾ ഇപ്പൊ കാഴ്ചയില്ല, ഒന്നും കാഴ്ചയില്ല. അപ്പൊ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഇനി അടുത്ത മാസം വെച്ച് പൂവിടുള്ളൂ. പൂവ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കായ് വരും. 2-3 മാസം കൊണ്ട് ഫുള്ള് കായ് വരും. അപ്പൊ റിട്ടയർമെന്റ് ലൈഫ് നാട്ടിൽ തന്നെ ഒതുങ്ങി കൂടാതെ കൃഷിയൊക്കെ ആയിട്ട് ഇവിടെ കൂടുക. ഇതിന്റെ പേര് B134 എന്നാണ്. പാഷൻ ഫ്രൂട്ടിൽ ഒരു വെറൈറ്റി ഇതിന്റെ ഒരു നമ്മളൊരു ക്വാളിറ്റി. ഇത് ഫുള്ള് പർപ്പിളാണ്. എല്ലാ ഇത് ഫുള്ള് പഴുത്തതാ. ഇത് ഫുള്ള് അത് ഫുള്ള് പഴുത്താണ്. ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് നമുക്ക് നല്ല മധുര. നമ്മള് നാട്ടിലൊക്കെ കഴിക്കുന്നത് വല്ല പുളിയാവും, പക്ഷെ ഇത് നല്ല മധുര. നല്ലത് ഇങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ അതല്ല നമ്മള് ഇതാണ് ജ്യൂസ് അടിക്കാം. പിന്നെ നമ്മളെ ഇതിന് കൗണ്ടിങ് കൂടാൻ പെട്ടെന്ന് ബ്ലഡിന് കൗണ്ടിങ് കൂടാൻ. ഏതാ വെറൈറ്റി പറഞ്ഞത്? B134 അല്ലേ. കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യാൻ ഈ ഒരു വെറൈറ്റി ഒന്നും അല്ലേ? ഏറ്റവും നല്ലത്. കൂടുതൽ വില കിട്ടിയ മാർക്കറ്റ്. കളർ കണ്ടില്ലേ, നല്ല പഴുത്തതാണ്. സൂപ്പർ, നല്ല മധുരം.